പോലും അവള് എന്താ പറയാ എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ സ്കൂളത്തെ വിശേഷങ്ങള്? കുഴപ്പമില്ല. എന്നിട്ടില്ല എന്തുണ്ടായി അറിയോ, ഇന്ന് ക്ലാസ് മാറ്റി. എന്നിട്ട് ഞങ്ങള് മിസ്സിനോട് പറഞ്ഞിട്ട് മിസ് ആരെ ക്ലാസ് ആക്കി. എന്റെ ഏതായിരുന്നു ആദ്യത്തെ മിസ്? ഇന്റെ ലൈന മിസ് ആയിരുന്നു. പിന്നെ ക്ലാസ് ബി ഡിവിഷനിലായപ്പോ രേഷ്മ മിസ്. ഇവളെങ്ങനെ ഉണ്ടായിരുന്നു അറിയോ? എങ്ങനെ അറിയോ ഉണ്ടായിരുന്നത്? ഇവള് അർച്ചന് വേറെ വേറെ ക്ലാസ്സില്. അപ്പൊ ഇവളുടെ ക്ലാസ്സിലായിരുന്നു അവന്തു. അവന്തൂന് പാർവതി പറഞ്ഞ ഫ്രണ്ടിനെ കിട്ടിയിട്ട് ഓള് നിന്റെ ഒപ്പം വരണ്ട പറഞ്ഞു. വരുന്നില്ല പറഞ്ഞു. അവന്തു വരുന്നില്ല പറഞ്ഞു. അങ്ങനെ കുറെ വിശേഷങ്ങൾ ഉണ്ടായി. എൻ്റെ സ്കൂളത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ഇന്നത്തെ പോലെ പോപ്കോണും അതുപോലെ പഞ്ഞിമിഠായും ജ്യൂസും കിട്ടി. പക്ഷെ ജ്യൂസ് എനിക്ക് വാട്ടർമെലൺ ജ്യൂസ് എന്തായാലും ഉണ്ടാവും. വാട്ടർമെലൺ അല്ല, പപ്പായ ജ്യൂസ് ഇല്ലേ? പപ്പായ ജ്യൂസിന് ഒരു പ്രത്യേകത ഉണ്ട്, പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ കുടിച്ചു, ടേസ്റ്റ് ഇല്ല, കുടിച്ച് അത് പകുതി കുടിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് ഉണ്ടാ തോന്നി. ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, 2 ഗ്ലാസ് വാങ്ങിച്ചു. എന്താ തിരക്കിലായിരുന്നു ഞാൻ പൊക്കോം വാങ്ങിച്ചത്. പൊക്കോം വാങ്ങിക്കുമ്പോ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു. സാധാ ഞാനല്ലേ പൊക്കോം വാങ്ങാറ്. പ്രാവശ്യം മീനായി ഇങ്ങനെ ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് ഒറ്റ തട്ട്. അതൊക്കെ പക്ഷേ തട്ടി പക്ഷെ കൊറേ പോയിട്ടില്ല, കുറച്ച് പോയി. പിന്നെ പഞ്ഞിമിഠായി വാങ്ങുമ്പോ എനിക്കൊരു ചേച്ചിയായിരുന്നു പഞ്ഞിമിഠായി തന്നു. ചേച്ചി ചേച്ചി ആന്റി അല്ല, എല്ലാവരും ഉണ്ടാവും. പിന്നെ സന്മയ പറയാട്ടോ, 4ാം ക്ലാസ് വരില്ലേ ഇപ്പൊ പുതിയത്. അപ്പൊ അവര് ഡാൻസ് കളിച്ചിട്ടുണ്ടായി. അപ്പൊ എന്താ ഈയും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടി കളിക്കുന്ന പോലെ സന്മയ്ക്ക് എനിക്കൊക്കെ തോന്നി. അല്ലെങ്കിൽ ഈ എന്താ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഗാഥയുടെ ചേട്ടനെ വിളിക്കാൻ വന്നിട്ടുണ്ടായി. അപ്പൊ ആ യൂണിഫോം ഒക്കെ കാണുമ്പോ ഇടാനൊക്കെ കൊതിയാവും. പക്ഷെ പോയില്ല, ഇനി പോയി. അല്ലെങ്കിൽ LKG മുതൽ UKG വരെ അല്ല 4 വരെ പഠിക്കണം. അതെനിക്ക് വയ്യ. പക്ഷേ സ്കൂള് ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രസ്സ് കടയത്തെ ഒരു ചേച്ചിയുടെ കുട്ടി ഞങ്ങളുടെ സ്കൂളിലാണ്. പിന്നെ നാളെ എനിക്ക് ആകെ ഒരു റഫ് മാത്രം കൊണ്ടുപോകണ്ടല്ലോ. ഞങ്ങൾക്ക് മാത്സ് ബുക്ക് കൊണ്ടുപോകണം. ഇന്ന് ട്യൂഷൻ ഉണ്ട്. അയ്യോ, എനിക്ക് ട്യൂഷന് പോകാൻ നല്ല മടിയാണ്. ഇവള് ഇതുവരെ ട്യൂഷൻ ക്ലാസ്സിൽ ഒന്ന് വന്നിട്ട് ആ വീടിന്റെ ഉള്ളു പോലും കണ്ടിട്ടില്ല. എന്നിട്ട് മടി അത്ര. ഇവത്ത് കുട്ടികളെ കുഞ്ഞുണ്ണീനെ അറിയാം, അർച്ചനെ അറിയാം, പിന്നെ കൊറേ പേര്, ആകെ സന്മയ, അൻഷിക, 3-4 പേരെ മാത്രമേ അവൾക്ക് അറിയുള്ളൂ. ഇനി എത്ര കുട്ടികൾ പോവാണ്ട്. അപ്പൊ മടി എത്ര എനിക്കറിയാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ആകെ 2 ദിവസം ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നോക്കാം. എല്ലാരും വരുമ്പോ എല്ലാരും കൂടി ചേർന്ന് നമുക്ക് അടിപൊളിയാവും. ഇന്ന് നമുക്കൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്നെന്താവും? ഇന്ന് ജസ്റ്റ് പുതിയ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കും. പിന്നെ ഒരു കാര്യം, ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയം ഏതാന്ന് അറിയാം? ട്യൂഷനിൽ തിരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലേക്ക് വരുമ്പോ ഓളിടല്ല, ഞങ്ങളിങ്ങനെ അല്ല ഒളിച്ചുകളി അല്ല കേട്ടോ, ഒളിച്ചുകളി ഒന്നും കളിക്കില്ല. പക്ഷെ ഓടില്ല, നമ്മള് ഓരോ സ്ഥലത്ത് ഓരോരുത്തർ വരുമ്പോ ഇങ്ങനെ മാറി അങ്ങനെയൊക്കെ നിൽക്കും. പിന്നെ ഓരോ അതൊക്കെ അറിയും. അപ്പൊ നല്ല രസമാണ്. അതല്ല, എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ്. എന്താന്നറിയില്ല, പക്ഷെ 2 ദിവസം മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇവള് എന്തുകൊണ്ടാണ് പോവാൻ വേണ്ടിട്ട് ഇതുവരെ ഇവള് പോയിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് മടിയാണ് പോവാൻ. കാര്യം ഞാൻ പറയണെന്തറിയോ, എനിക്ക് മാത്സ് ഒന്നും അറിയില്ല. മാത്സ് കൊണ്ട് ഞാൻ പറയണത് നിങ്ങൾ ചിലപ്പോ വിശ്വസിക്കുന്നുണ്ടാവില്ല. കാരണം എന്താറിയോ, എനിക്കുണ്ടല്ലോ മാത്സിലത്തെ ഗുണനെ പട്ടിക അറിയില്ല, അറിയില്ല, ഒന്നറിയില്ല. ഓരോ സബ്ജക്റ്റ് തരും. ആ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ട്യൂഷനിൽ എടുക്കാറ്. സബ്ജക്റ്റ് ഉണ്ട്. അല്ല, ട്യൂഷനിലെ സബ്ജക്റ്റ് ഇല്ല കേട്ടോ.
എനിക്ക് തന്നിട്ടുണ്ടായി എന്ത് സബ്ജക്റ്റ് ടൈം ടേബിൾ അല്ല സബ്ജക്റ്റ് പറഞ്ഞ എന്താ സിലബസ് പറയിട്ടില്ല ഇല്ല അപ്പൊ ഞാൻ പറയട്ടെ സിലബസ് പറയിട്ടില്ല ട്യൂഷനിക്ക് ഒരു റഫ് ഉണ്ടാവും അടി എന്റെ സിലബസ് മാറിയിട്ടില്ല നിക്ക് ട്യൂഷനിക്ക് ഒരു റഫ് ഉണ്ടാവും അപ്പൊ ട്യൂഷൻ റഫ് കൊണ്ടുപോവുക പിന്നെ നമുക്ക് ഒരു ആ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ട്യൂഷനിൽ പഠിപ്പിക്കുക ഇവള് വേറൊരു സബ്ജക്റ്റ് ഉണ്ട് ഇത്ര ടൈം ടേബിൾ ടീച്ചർ ഞങ്ങൾക്ക് ഇന്ന ദിവസം ഇത് കൊണ്ടുവരണം അതിൻ്റെ ഒപ്പം ഹോംവർക്ക് വല്ലതുണ്ടെങ്കിൽ അതും മിസ് കൊണ്ടുവരാൻ പറയും ടീച്ചറുടേതായ ടൈം ടേബിൾ ഞങ്ങൾക്ക് തരും. ഒരു കാര്യം പറയാം, എനിക്കിപ്പോ എത്ര ഇതുണ്ട് അത് വേറെ വേറെ മാറ്റി എത്ര സബ്ജക്റ്റുകളുണ്ട് അതിങ്ങനെ വേറെ വേറെ മാറ്റിയിട്ട് എനിക്ക് എന്താ കഴിഞ്ഞൊല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായ ടൈം ടേബിൾ മിസ്സ് തരും ഞങ്ങൾക്ക്. അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾ ബുക്കുകൾ കൊണ്ടുപോകാൻ. അതിൻ്റെ ഒപ്പം സ്കൂളിലെടുത്ത ഹോംവർക്ക്, സ്കൂളിൽ തന്ന ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകാം. അതാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് വേറെ സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. അത് മാത്രല്ല എനിക്ക് ചിലപ്പോ എന്താണ് ട്യൂഷനും ആ മടി വെച്ചേക്ക് വന്നു ഗായ്സ്. അപ്പൊ ഗൈസ് അവന്റെ ട്യൂഷൻ ബുക്ക് എടുത്താ നമ്മുടെ അവന്ത് ട്യൂഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ട്യൂഷൻ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആയപ്പോഴായിരുന്നു നല്ല വൈബ് ഉണ്ടായിരുന്നു. വല്ല വൈബ് എനിക്ക് ഇവര് രണ്ടുപേരും ഇഷ്ടമല്ല. കാരണം ഇവര് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാത്തവരാണ്. എന്റെ കൂട്ടത്തില് കൂടുന്നത് അവന്തിക മാത്രമുള്ളൂ. അവന്തിക മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവന്ത് പറഞ്ഞ നമ്മുടെ ഒരു ഗസ്റ്റ്, ഞങ്ങളുടെ ഒരു പോലെയാണ് ഞങ്ങള്. അപ്പൊ ഇവളാണ് അതില് ആരെങ്കിലും ഇപ്പൊ ചിരിച്ചിട്ടൊന്നും ഇങ്ങനെ ആക്കി അച്ചു കരഞ്ഞിട്ട് റൂമിലേക്ക് വിടും. എന്നിട്ട് അവിടെ കിടന്നിട്ട് ഇന്നങ്ങള് കൂട്ടത്തിൽ കൂട്ടൂല, ഇന്നെ അവളെ അടിച്ചു, അവളെ പിടിച്ചു, ഇങ്ങനെ നമ്മളൊരു തമാശക്ക് അവളേനെ മീനെന്താ ആക്കിയാ പോലും അവള് എന്താ പറയാ ഒറ്റ അടി തരും. ഇവളെ അറിയും ഇപ്പൊ ഇതുപോലെയാണ് അവൾ അടിക്കുക. ഇവളിനെ അടിക്കണമെന്നാണ് അവൾക്കൊരു നെഗുണ്ട്. അത് നെഗത്തോണ്ട് ഇങ്ങനെ പിച്ചു. അതാണ് നമുക്ക് ഇനി ഇത് നേരെ തല്ലിലേക്കാ വിട്ടാ പോവാ. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പൊ ഞങ്ങളുടെ ബാക്കി വിശേഷങ്ങളെ കേട്ട് അടുത്ത വീഡിയോയിൽ വരാട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.